ബിഗ് ബോസ് മലയാളം സീസൺ 6 വിവാദ നായികയാണ് ജാൻമണി. തുടക്കത്തിൽ പ്രേക്ഷകർക്കും സഹ മത്സരാർത്ഥികൾക്കും ഏറെ പ്രിയങ്കരിയായിരുന്നു ജാൻമണി. എന്നാൽ പിന്നീട് തൻ്റെ ആരെയും കൂസാത്ത ഭാവവും സഹതാരങ്ങളെ ശപിക്കുന്ന ശീലവും ട്രാൻസ്ജെൻഡർ കാർഡ് ഇറക്കിയുള്ള കളിയും എല്ലാം ജാൻമണിക്ക് തിരിച്ചടിയായി മാറുകയായിരുന്നു. കഴിഞ്ഞയാഴ്ച ജാൻമണി സഹതാരമായ നോറയ്ക്കെതിരെ പറഞ്ഞ ആ ശാപവാക്കുകൾ മോഹൻലാൽ മറ്റ് താരങ്ങളെ കാണിക്കുകയും ജാൻമണിയെ ശാസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് മനസ്സിലാക്കാനോ അത് തിരുത്താനോ ജാൻമണി ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിലും പലപ്പോഴായി ജാൻമണി നിയന്ത്രണം വിട്ട് പെരുമാറുകയും പവർ ടീമിനെ അംഗീകരിക്കാതെ പെരുമാറുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ മോഹൻലാലിന് മുന്നിൽ വെച്ച് പോലും ജാൻമണി പരിധി വിട്ട് പെരുമാറിയിരിക്കുകയാണ്. നോറയോടുള്ള തൻ്റെ സകല ദേഷ്യവും ജാൻമണിയിൽ നിന്നും പുറത്തു വന്ന എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. പതിവുപോലെ താരങ്ങൾക്കായി രസകരമായ ഒരു ഗെയിം ഒരുക്കിയിരുന്നു മോഹൻലാൽ. താരങ്ങളിൽ മാനിപ്പുലേഷൻ, കൃത്രിമത്വം, ആശ്രയത്വം, നിരുത്തരവാദിത്വം തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവരെ തിരിച്ചറിയാനും അവർക്ക് കഷായം നൽകാനുമായിരുന്നു ടാസ്ക് നൽകിയത്. ഓരോരുത്തരായി വന്ന് രോഗിയെ കണ്ടെത്തുകയും കഷായം നൽകുകയും ചെയ്തു. നന്നായി ആസ്വദിച്ച് രസകരമായി തന്നെയായിരുന്നു എല്ലാവരും ഈ ഗെയിമിനെ കണ്ടത്. നോറയുടെ അവസരം വന്നപ്പോൾ ഈ രോഗങ്ങളെല്ലാം ഉള്ളത് ജാൻമണിക്കാണെന്ന് പറഞ്ഞ് കഷായം നൽകുകയായിരുന്നു. കഷായം കയ്യിൽ വാങ്ങിയ ജാൻമണി പക്ഷേ തൻ്റെ ഇഷ്ടം പോലെയേ ചെയ്യുകയുള്ളൂവെന്ന് പറഞ്ഞ് കഷായം തിരികെ ഒഴിച്ചു കളയാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഉടൻ തന്നെ മോഹൻലാൽ കയറി ഇടപെടുകയും ജാൻമണിയെ തടയുകയും ചെയ്തു. അത് കഴിച്ചേ പറ്റൂ, ജാൻമണിക്ക് ഇവിടെ വേറൊരു തരത്തിലുള്ള പ്രത്യേകതയുമില്ലെന്ന് മോഹൻലാൽ ജാൻമണിയുടെ മുഖത്തടിച്ചതുപോലെ പറയുകയും ചെയ്തു. അതോടെ ജാൻമണി ആ കഷായം കുടിക്കുകയും ചെയ്തു. എന്നാൽ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അതൊരു തുടക്കം മാത്രമായിരുന്നു. ഗെയിം കഴിഞ്ഞ് മോഹൻലാൽ ബ്രേക്ക് പറഞ്ഞ് പോയപ്പോഴായിരുന്നു സംഭവങ്ങൾ. ജാൻമണി ആകെ ദേഷ്യത്തിലായിരുന്നു പിന്നീട് പെരുമാറിയത്. ഇവിടെ ഏറ്റവും വലിയ വിഷം നോറയാണെന്നും അവൾക്കാണ് വിഷം നൽകേണ്ടതെന്നുമാണ് ജാൻമണി പറഞ്ഞത്. അതിന് പിന്നാലെ ജാൻമണി നോറയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പോയത്. ഞാൻ ഭക്ഷണം കൊടുത്ത കൈക്കാണ് അവൾ തിരിഞ്ഞു കൊത്തിയത്, വിഷം വിളമ്പിയത്. ഞാൻ അവളെ വിടാൻ പോകുന്നില്ല, ഏതറ്റം വരെയും ഞാൻ അവൾക്കെതിരെ പോകും, അവളെ ഞാൻ തീർക്കും എന്നൊക്കെ പുലമ്പിയാണ് ജാൻമണി പുറത്തേക്ക് നടന്നത്. ജാൻമണിയുടെ ഈ ഭീഷണി കേട്ടതും മറ്റ് മത്സരാർത്ഥികളെല്ലാം അതിനെ എതിർക്കുകയും ചെയ്തു. ജാൻമണിയുടെ പിന്നാലെ ചെന്ന ജാസ്മിനും പൂജയും എല്ലാം താരത്തെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും ജാൻമണി അതൊന്നും കൂട്ടാക്കിയില്ല. ആ ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ മോഹൻലാൽ ജാൻമണിയോട് ഇക്കാര്യം വീണ്ടും ചോദിക്കുകയും ചെയ്തു. ജാൻമണിയോടാണ് ഒരാൾ ഇങ്ങനെ പറഞ്ഞതെങ്കിൽ എന്ത് തോന്നുമായിരുന്നു എന്നാണ് ചോദിച്ചത്. എനിക്ക് വിഷമം തോന്നും എന്നായിരുന്നു ജാൻമണിയുടെ മറുപടി. തുടർന്ന് ജാൻമണി മോഹൻലാലിനോട് മാപ്പ് പറഞ്ഞു. എന്നാൽ മാപ്പ് പറയേണ്ടത് എന്നോടല്ലെന്നും ആരോടാണോ പറഞ്ഞത് അവരോടാണെന്നും മോഹൻലാൽ പറഞ്ഞു. അതിനുശേഷം ജാൻമണി നോറയോട് മാപ്പ് പറഞ്ഞു. എന്നാൽ വീണ്ടും നാടകീയ സംഭവങ്ങൾ മോഹൻലാൽ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്ത ശേഷം ഉണ്ടായി. തന്നെ പിന്തുണയ്ക്കാതെ ആ അവസരത്തിൽ നോറയെ പിന്തുണച്ചതിന് മറ്റുള്ളവരോട് ജാൻമണി മെക്കിട്ട് കയറി. ജാസ്മിനോടായിരുന്നു ജാൻമണി ഏറ്റവും കൂടുതൽ ചൂടായത്. മുറിയിൽ നിന്നും ബാത്റൂമിലേക്ക് പോകുമ്പോൾ ജാൻമണിയുടെ മുന്നിലായി നോറയും ഉണ്ടായിരുന്നു. ജാൻമണി നോറയെ കടന്നുപോയതും നോറ ജാൻമണി തന്നെ നോക്കി തുപ്പിയിട്ട് പോയെന്ന് ആരോപിക്കുകയുമായിരുന്നു. ഇത് വീണ്ടും ബഹളത്തിന് കാരണമായി. അതിന് പിന്നാലെ ക്യാപ്റ്റനായ ജാസ്മിൻ ഇക്കാര്യം നോറയെയും ജാൻമണിയെയും വിളിച്ച് ചോദിക്കുകയും ചെയ്തു. ഈ ജാൻമണി പലപ്പോഴും ഒരു വെല്ലുവിളിയുടെ ഭാഷയിലാണ് അവിടെ സംസാരിക്കുന്നത്. സിനിമാക്കാരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും ട്രാൻസ്ജെൻഡർ എന്ന നിലയിലും ഒരുപാട് കണക്ഷൻ ഉണ്ടെന്നും അവർ പറയുന്നുണ്ട്. അത് വെച്ച് ഈ ഷോയിൽ പങ്കെടുത്ത പലരുടെയും കരിയർ ഇല്ലാതാക്കും, തീർത്തുകളയും എന്നൊക്കെയാണ് അവരുടെ ഭീഷണി. ഇത്രയ്ക്ക് മോശം അല്ലെങ്കിൽ വൃത്തികെട്ട സ്വഭാവമുള്ള ആരും ഈ ബിഗ് ബോസ് എന്ന പരിപാടിയിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ തീർത്ത് കളയും എന്ന തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്നവരെ പിടിച്ച് പുറത്ത് കളയുകയാണ് വേണ്ടത്. അതിനെ മോഹൻലാലിനും ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും കഴിയാത്തത് പേടി കൊണ്ടാണ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കെതിരെ നിൽക്കാനുള്ള ഭയം. ട്രാൻസ്ജെൻഡർ എന്ന കമ്മ്യൂണിറ്റിയെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് കരുതി അവരിൽ പെടുന്ന ഒരാൾ കാണിക്കുന്ന വൃത്തികേടുകൾക്ക് കൂട്ടുപിടിക്കേണ്ട കാര്യമെന്താണ്? ഇന്നേ വരെ നടന്ന ബിഗ് ബോസ് ഷോകളിൽ ഏറ്റവും മോശം മത്സരാർത്ഥികളാണ് ഇത്തവണയുള്ളത്. വൈൽഡ് കാർഡ് എൻട്രിയായി വന്നവരും കാര്യമായൊന്നും നൽകുന്നില്ല. ബിഗ് ബോസ് ഇളക്കി മറിക്കും എന്ന് പറഞ്ഞ് കയറി വന്ന സീക്രട്ട് ഏജൻറ്റ് സായിയൊക്കെ നനഞ്ഞ പടക്കം പോലെ ഒരു മൂലയിൽ ഇരിപ്പാണ്.
പക്ഷേ അതൊന്നും ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഈ ഷോ ഒരു മിനിമം ലെവലിലെങ്കിലും മുമ്പോട്ട് പോകണമെങ്കിൽ ജാൻമണിയെ പോലുള്ളവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ് വേണ്ടത്.